എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ജൂണാണെങ്കിൽ അവൻ ടൈം സ്റ്റോപ്പ് ചെയ്ത് വെച്ചില്ലേ അതങ്ങ് നേരെയാക്കുന്നതാണ്. അതേസമയം തന്നെ നമ്മളുടെ സോങ്ങിനെയും അതേപോലെ തന്നെ ജിക്യോങ്ങിനെയും കാണിക്കും. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങും. അവിടെ സോങ് പറയും, നിനക്കിപ്പോൾ തോന്നിയായിരുന്നോ ടൈം സ്റ്റോപ്പ് ആയതുപോലെ? അപ്പോൾ അവൻ പറയും, അതെ എനിക്കും അതേപോലെ തന്നെ തോന്നിയത്. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്തോ എൻ്റെ അടുത്ത് പറയാൻ വന്നതല്ലേ, എന്തുവാ നീ പറയാൻ വന്നത്? ഉടനെ തന്നെ നമ്മുടെ സോങ് പറയും, അത് ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറയാനാണ് വന്നത്, പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി. എനിക്കതിന് പറ്റത്തില്ല. നീ എന്നെ നല്ല കാര്യമൊക്കെയാണ്, നല്ല കെയറിങ് ഒക്കെയാണ്, പക്ഷെ ഞാൻ നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആഗ്രഹം അതേപോലെ സാധിച്ചു കൊടുക്കുന്നത് പോലെ ആവും. അതുകൊണ്ട് എന്നെ കൊണ്ട് അതിന് സാധിക്കത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മളുടെ ജിക്യോങ്ങിന് നല്ല സങ്കടം ആവുമെങ്കിലും അവനവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഒരു നിമിഷത്തേക്കെങ്കിലും നീ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയാലോ, അത് തന്നെ വലിയൊരു കാര്യമാണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജൂൺ ആണെങ്കിൽ നേരെ നമ്മളുടെ പണ്ടത്തെ സോങ് മരിച്ചുപോയ സ്ഥലമില്ലേ അവിടെയായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജിക്യോങ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിരുന്നത് നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യുന്നതാ. സുമിയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ചോദിക്കും, നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയും, എന്തൊക്കെയായിരുന്നാലും സോങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. അവൾ ഒരു തവണ കണ്ട ഒരാളിനെ എന്തിൻ്റെ പേരിലാണ് ഇഷ്ടമാണെന്ന് പറയുന്നത്, അയാളുടെ ഫേസ് പോലും അവൾക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് സുമി പറയാൻ തുടങ്ങും, ഒരു പക്ഷേ അവൾ ആ ആളിനെ വീണ്ടും മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ. എന്നാൽ ഇത് കേൾക്കുന്നത് നമ്മളുടെ ജിക്യോങ് അങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിൻ്റെ വീട്ടിലായിട്ട് അവളുടെ അമ്മയും അനിയനും കൂടി പാസ്വേഡ് അടിച്ച് അകത്തോട്ട് കയറി വരുന്നതാ. നമ്മുടെ സോങ് ആണെങ്കിൽ പെട്ടെന്ന് നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ സോങ്ങിൻ്റെ വീട്ടിലായിട്ടൊരു പാഴ്സൽ വരും. അത് അവളുടെ അനിയനാ വാങ്ങിക്കുന്നത്. അമ്മ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ചത്ത എലിയും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ യൂറിയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ആ ആള് നമ്മളുടെ സോങ്ങിനെ വിരട്ടുക ചെയ്യുന്നത്, അവളെ കൊന്നുകളയൂ എന്നും പറഞ്ഞിട്ട്. ഇത് കാണുന്നത് നമ്മളുടെ സോങ്ങിൻ്റെ അനിയനാണെങ്കിൽ ആ ഡെലിവറി ചെയ്ത ആളിനെ പിന്തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്നാൽ അയാളെ കിട്ടത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോങ്ങിൻ്റെ അമ്മയാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കുന്നതാ, ജിക്യോങ് നിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ, അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തായിരുന്നോ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ പറയും, അവൻ എന്നെ പ്രപ്പോസ് ചെയ്തായിരുന്നു, പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് ഇഷ്ടമല്ല, റിജക്റ്റ് ചെയ്ത് വിട്ടു എന്ന്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളുടെ ജൂൺ ആണെങ്കിൽ ലിഫ്റ്റിൽ വരാൻ നേരത്ത് അവൻ നല്ലതുപോലെ കേൾക്കും. അവൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ട് എത്തുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ ഇറങ്ങി വന്നിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ അമ്മയുടെ അടുത്തും അനിയൻ്റെ അടുത്തും പറയും, ഇവനാണ് എൻ്റെ മാനേജർ, ഇവൻ എൻ്റെ അയൽക്കാരനും കൂടാ, എൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്ന് പറയും. ഇത് കേൾക്കുന്നതും അവളുടെ അമ്മയങ്ങ് ഒരുമാതിരിയാവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂണും അങ്ങ് വല്ലാണ്ടായിട്ട് അവനാണെങ്കിൽ നമ്മുടെ സോങ്ങിൻ്റെ അടുത്ത് പറയും, ഇനി ആരത്തെങ്കിലും ഞാൻ നിൻ്റെ മാനേജറാന്ന് പറയുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയണോ എന്ന്. അവനങ്ങനെ ദേഷിച്ച് വീട്ടിലോട്ട് കയറാൻ പോകുന്നതും പെട്ടെന്ന് തന്നെ സോങ് ആണെങ്കിൽ അവൻ്റെ വാതിലിൽ കയറി പിടിച്ചിട്ട് പറയും, ഇന്ന് എന്നെ ഒരാൾ കൊല്ലുമെന്നും പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല പേടിയാവുന്നു എന്ന്. ഇത് കാണുന്നേ നമ്മുടെ ജൂണിന് മനസ്സിലാവും സോങ് നല്ല അപ്സെറ്റാണ്. അങ്ങനെ അവൻ നമ്മളുടെ സോങ്ങിനെ വിളിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലായിട്ട് വരും. സോങ് ആണെങ്കിൽ അവളുടെ പ്രശ്നങ്ങളെല്ലാം പറയും. അവൾ പറയുന്നത് തന്നെ 15 വർഷം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ കരിയർ ബിൽഡാക്കി എടുത്തത്, എന്നാൽ ഒരു 2 ദിവസം കൊണ്ട് അതെല്ലാം നാശമായിട്ട് പോയില്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് മെൻ്റൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, നീ എൻ്റെ കൂടെ ഇന്ന് ഡിന്നർ കഴിക്കാൻ വരുമോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂൺ പറയും, ഞാനത് ആലോചിച്ചിട്ട് പറയാമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജൂണിനെ 2 പോലീസുകാർ പിടിച്ചിരുത്തിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാ. നീ ആണെങ്കിൽ നമ്മളുടെ സോങ്ങിൻ്റെ അയൽക്കാരനുമാണ്, അവളുടെ മാനേജറുമാണ്, അവളുടെ പ്രൊഫസറുമാണ്. അപ്പോൾ പിന്നെ നിനക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും. ഞങ്ങളുടെ കയ്യിൽ നിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ, നീ ആ ഷിപ്പിൽ വന്നതായിട്ട്. നിനക്ക് യൂറിയുടെ ആ ഒരു പ്രശ്നമായിട്ട് എന്തെങ്കിലും സംബന്ധം ഉണ്ടോ എന്ന് ചോദിക്കും. ഉടനെ തന്നെ നമ്മളുടെ ജൂൺ പറയും, എന്തായിരുന്നാലും ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാൻ അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ അവൻ്റെ അടുത്ത് പ്രൂഫ് ചോദിക്കും. അപ്പോൾ നമ്മുടെ ജൂൺ പറയുന്നത് തന്നെ, നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റിലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഈ ഡിറ്റക്റ്റീവ്മാരാണെങ്കിൽ ആ CCTV ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും. അതിൽ നമ്മളുടെ ജൂൺ യഥാർത്ഥത്തിൽ പ്രസൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ എഴുന്നേറ്റിട്ട് അവളുടെ മാനേജറിനെ വിളിക്കുന്നതാണ്. മിഞ്ചിനെ വിളിക്കുന്നതും അവൻ പറയും, ഞാനിപ്പോൾ സിമിയുടെ കൂടെ ഷൂട്ടിംഗ് സൈറ്റിലായിട്ടാണ്, ഞാനിപ്പോൾ അവളുടെ കൂടെ നിൽക്കുക എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സോങ്ങിന് നല്ല സങ്കടമാണ്. അതായത് അവളുടെ മാനേജറായിട്ടുള്ള മിഞ്ചി പോലും ഇപ്പോൾ അവളുടെ കൂടെ ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അവൾ നേരെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ പേജർ അയക്കും. അങ്ങനെ അവനത് കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളുടെ സോങ് പറഞ്ഞിരിക്കുന്നത്, മാനേജർ എനിക്ക് നിൻ്റെ ആവശ്യമുണ്ട്, വേഗം തന്നെ നീ ഒരു ഫോൺ വാങ്ങിയേ പറ്റത്തുള്ളൂ, അത് അത്യാവശ്യമാണ് എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ ജൂൺ ആണെങ്കിൽ ഒന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവൻ നേരെ ഒരു ഷോപ്പിൽ വന്നിട്ട് ഫോൺ വാങ്ങിക്കുന്നതാണ്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ജിക്യോങ് അവൻ്റെ അച്ഛൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത്. അവനിപ്പോൾ ഒരു ബിസിനസ് മാറ്ററിനെ പറ്റിയാണ് പറയുന്നത്. അവിടെയായിട്ട് അവൻ പ്രപ്പോസ് വെക്കുന്നത് തന്നെ, എൻ്റെ ബിസിനസ്സിൻ്റെ ആക്ട്രസ്സായിട്ട് ഞാൻ സോങ്ങിനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് എന്നാ. ഇത് കേൾക്കുന്ന അവൻ്റെ അച്ഛൻ അവനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിനെ വിളിച്ചിട്ട് പറയുന്നതാ, ഞാൻ പുതിയ ഫോൺ വാങ്ങിയെന്ന്. ഉടനെ എന്നെ സോങ് പറയും, നീ വേഗം തന്നെ വീട്ടിലോട്ട് വരണം, എനിക്ക് നിൻ്റെ അടുത്ത് ബിസിനസ് കാര്യമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന്. അങ്ങനെ നമ്മളുടെ ജൂണിൻ്റെ വീട്ടിലായിട്ട് സോങ് വരും. അവിടെയായിട്ടാണെങ്കിൽ ഇവൾ അവളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കും.
ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജൂൺ പറയും ഞാനൊരു പാഴ്സൽ ഓർഡർ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ നമ്മുടെ സോങ് പറയുന്നത് തന്നെ എൻ്റെ പേരിൽ പാഴ്സൽ ഓർഡർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിൻ്റെ പേരിൽ ഓർഡർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അവൾ ഫുഡൊക്കെ വാങ്ങി അവരിരുന്ന് കഴിക്കാൻ തുടങ്ങും. അവിടെ ടി വിയിലായിട്ട് നമ്മളുടെ സിമിയുടെ പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ അത് നോക്കിയിട്ട് അതിനകത്ത് കുറേ കുറ്റമൊക്കെ കണ്ടുപിടിക്കും. യഥാർത്ഥത്തിൽ സിമി നല്ലതുപോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂണിൻ്റെ ആ ഫ്രണ്ടില്ലേ അയാൾ അവൻ്റെ അടുത്ത് പിണങ്ങി നടക്കുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇത്രയും കാലം നമ്മളുടെ ജൂണിൻ്റെ അടുത്ത് ഒരു ഫോൺ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇപ്പം പോകാനുള്ള നേരം എടുത്ത സമയത്ത് അവൻ്റെ ഒരു ഫോൺ വാങ്ങിയേക്കുന്നു. ഇതിൻ്റെ പേരിൽ നമ്മുടെ ജൂൺ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നല്ലതുപോലെ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള മിഞ്ചി വരുന്നതാണ്. അവൻ പറയും നിങ്ങളിത് കാറിൽ വെച്ച് മറന്നു പോയെന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂറയുടെ ആ ഒരു പേഴ്സില്ലേ അതങ്ങ് ഇവളുടെ കയ്യിലായിട്ട് കൊടുക്കും. എന്നിട്ട് അവൻ പറയും ഞാൻ നിങ്ങളെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട് എന്ന്. നമ്മളുടെ സോങ് ആയിരുന്നാലും പറയും ഞാൻ വേഗം തന്നെ തിരിച്ചു വരും, അപ്പം നിന്നെ തന്നെ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് ആക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവൻ അങ്ങോട്ട് പോയി കഴിയുന്നത് നമ്മളുടെ സോങ്ങിൻ്റെ കയ്യിൽ നിന്ന് ആ പേഴ്സ് തറയിൽ വീഴുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് അവൾക്കൊരു പെൻഡ്രൈവ് കിട്ടും. അങ്ങനെ അവൾ ആ പെൻഡ്രൈവ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മളുടെ യൂറി ആണെങ്കിൽ വേറെ ഏതൊരു പെണ്ണുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ സോങ്ങിനൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് കോളിംഗ് ബെല്ലടിക്കും. അവൾ വന്ന് നോക്കുമ്പോൾ അത് നമ്മളുടെ ജൂൺ തന്നെയായിരുന്നു. ഇവളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ന്യൂഡിൽസുമായിട്ട് വന്നിരിക്കുക. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മളെ ജെയ്ക്കോങ്ങിനെ കാണിക്കും. അവനവൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറയും ഞാൻ സോങ്ങിൻ്റെ കൂടെ ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന്. ഉടനെ തന്നെ അവൻ്റെ ചേട്ടൻ പറയും ഞാൻ നിൻ്റെ കൂടെ വരുന്നു എന്ന്. ജെയ്ക്കോങ് ആദ്യമേ അതിന് സമ്മതിക്കത്തില്ലെങ്കിലും പിന്നീട് അതിന് സമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോങ്ങും ജൂണും കൂടി ചേർന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. അവിടെ നമ്മളുടെ സോങ്ങിനാണെങ്കിൽ ഈ നൂഡിൽസ് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജൂൺ പറയും ഇത് 150 വർഷമായിട്ട് പഴക്കമുള്ള ഒരു കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചതെന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സോങ് ഒന്ന് സർപ്രൈസ്ഡ് ആയിട്ട് നോക്കും. അവൾ വിചാരിക്കും എന്നാൽ ഇവൻ എങ്ങനെ അറിയാം ഇത് 150 വർഷം പഴക്കമുള്ളയാ എന്ന്, ഇവനത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. അതേസമയത്ത് തന്നെ നമ്മുടെ സോങ്ങിനാണെങ്കിൽ ഒരു ഓഫർ വരും. അതായത് ഒരു ആഡ് ഷൂട്ടിൻ്റെ പ്രോമോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇത് കേൾക്കുന്നത് നമ്മളുടെ സോങ്ങിന് നല്ല സന്തോഷമാവും. അവൾ അങ്ങനെ അതിന് റെഡി ആവാനായിട്ട് പോകാൻ ഒരുങ്ങുന്നതും അവിടെയായിട്ടൊരു ടെഡി ബിയർ ഇരിപ്പുണ്ടായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ ജൂൺ അതിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കും. പെട്ടെന്ന് തന്നെ അവന് മനസ്സിലാവും ആ ടെഡി ബിയറിൽ ഒരു ഹിഡൻ ക്യാമറ ഉണ്ട് എന്ന്. അങ്ങനെ അവൻ അതെടുത്ത് നമ്മുടെ സോങ്ങിന് കാണിച്ചു കൊടുക്കും. ഇത് കാണുന്ന സോങ് ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇതേതോ ഒരു ഫാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തതായിരുന്നു. അവൾ തന്നെ വിചാരിക്കും എങ്കിലും ആരാണ് എന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോങ് ആണെങ്കിൽ ജൂണിൻ്റെ കൂടെ ഒരു സ്ഥലത്തായിട്ട് വരുന്നതാണ്. അവൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. അവൾ അവിടെ എത്തുന്നതും അവിടെയായിട്ട് നമ്മുടെ സിമി ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്നതും നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ കൂട്ടിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. ഉടനെ തന്നെ നമ്മളുടെ സിമി പറയും അന്ന് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, നിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന്. അപ്പം നമ്മുടെ സോങ് പറയും നീ എങ്കിലും അന്ന് എൻ്റെ അടുത്ത് കള്ളം പറയാൻ പാടില്ലായിരുന്നു, അമ്മയ്ക്ക് സുഖമില്ല എന്ന്. ആക്ച്വലി നിനക്ക് ഡയറക്ടറിൻ്റെ കോള് തന്നെയല്ലേ വന്നത്. ഉടനെ എന്നെ സിമി പറയും അതെ, എങ്കിലും നിനക്ക് ഇത്ര ഈഗോ ഹേർട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് സിമി അവളെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും. നമ്മളുടെ സോങ്ങിനായിരുന്നാലും നല്ലതുപോലെ വിഷമമായിട്ടുണ്ടായിരുന്നു. അവൾ പറയും എനിക്ക് എല്ലായിടത്തുനിന്നും ചതിയാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് അവൾ സങ്കടപ്പെട്ട് ആ ഷോപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും ഒരാൾ നമ്മളുടെ സോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഒരു വലിയ സംഭവം എടുത്ത് അവളുടെ തലയിലായിട്ട് ഇടാൻ നോക്കും. ഇത് നമ്മളുടെ ജൂൺ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവളെ വന്ന് അങ്ങ് രക്ഷിക്കും. ഇവിടെ നമ്മളുടെ സോങ്ങിൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതുപോലെ നമ്മളുടെ സിമി കാണും. അവൾ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ജൂണിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കോള് വരും. പോലീസ് വിളിച്ച് പറയും നമ്മുടെ സോങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയ ആ ആളിനെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് വരണോ എന്ന്. അവൻ അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് എഴുന്നേറ്റിട്ട് ചോദിക്കും അല്ല ഞാനാണെങ്കിൽ ആ മാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ നിന്നെ കാറിലിരിക്കുന്നതാണല്ലോ കണ്ടേ, എങ്കിലും നീ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വന്ന് എന്നെ രക്ഷിച്ചത്. ഉടനെ തന്നെ നമ്മളുടെ ജൂൺ പറയും നിനക്കിവിടെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആ കള്ളൻ്റെ മൊഴി എടുക്കുന്നതാണ്. അയാൾ പറയും ഞാൻ യഥാർത്ഥത്തിൽ അവളെ കൊല്ലാൻ നോക്കിയൊന്നുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് ആ സംഭവം അറിയാണ്ട് തറയെ വീണതാ എന്ന്. അവിടെ പോലീസുകാർ ചോദിക്കും നമ്മുടെ സോങ്ങിനെ ഇറിറ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നീ അവൾക്ക് ഗിഫ്റ്റും ടെഡി ബിയറും ഒക്കെ അയച്ചില്ലേ എന്ന്. ഉടനെ തന്നെ ഇവൻ പറയും ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ സോങ്ങിനെ കാണിക്കും. അവൾ ആ ഹോസ്പിറ്റലിലാണെങ്കിൽ ചുമ്മാ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ട് കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടർ വന്നിട്ട് ഇവക്ക് ഉറങ്ങാനുള്ളൊരു മരുന്ന് അവളുടെ ആ ഒരു ട്രിപ്പില്ലേ അതിനകത്ത് ഇഞ്ചെക്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇവളെ എവിടേക്കോ കൊണ്ടുപോകുന്നതും കാണിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂണിനാണെങ്കിൽ എന്തോ പോലെ ഫീൽ ചെയ്യും. അവൻ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടി അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിനെ ആണെങ്കിൽ കാറിലായിട്ട് ഇരുത്തിയിട്ട് ഏതോ ഒരാൾ ഒരു കൊക്കയുടെ മുകളിലായിട്ട് കൊണ്ടുവന്നിട്ട് വണ്ടി നിർത്തി വെക്കുന്നതാണ്. ഇവിടെ അയാളാണെങ്കിൽ നമ്മളുടെ സോങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ്ങിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അതിൻ്റെ ബ്രേക്ക് അങ്ങ് ഇല്ലാണ്ടാക്കിയിട്ട് ഇവളെ വണ്ടിയായിട്ട് അങ്ങ് പറഞ്ഞു വിടും. നമ്മളുടെ സോങ് ആണെങ്കിൽ ഇവിടെ കിടന്ന് നിലവിളിക്കും. അതേസമയം തന്നെ ജൂൺ ആയിരുന്നാലും ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ സോങ്ങിനെ കാണത്തില്ല. അവൻ പെട്ടെന്ന് തന്നെ സോങ്ങിനെ
സോങ്ങിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ചെവി യൂസ് ചെയ്ത് ഇങ്ങനെ തിരഞ്ഞു നോക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ്ങിൻ്റെ ആ ഒരു കരച്ചിലേക്കുന്നേ അവൻ വേഗം തന്നെ അവിടോട്ട് വരും. നമ്മുടെ സോങ് ആയിരുന്നാലും ആ മലയുടെ മുകളിൽ നിന്ന് വീഴാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളുടെ ജൂൺ വന്നിട്ട് പെട്ടെന്ന് തന്നെ അവളെ അങ്ങ് രക്ഷിക്കും. ഇവിടെ വെച്ചിട്ട് നമ്മുടെ സോങ് ആണെങ്കിൽ ജൂണിനെ ചെറുതായിട്ടൊന്ന് കാണും. അവൾ വേഗം തന്നെ ആ കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ നമ്മുടെ ജൂണിൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ്ങിനെ ആണെങ്കിൽ ജേക്യോങ്ങിൻ്റെ അടുത്തുനിന്ന് കോൾ വരും. അവൾ പറയും അവളിപ്പോൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നേ എന്ന്. അങ്ങനെ നമ്മുടെ ജേക്യോങ് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ജേക്യോങ്ങും സോങ്ങും കൂടി നേരെ അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ജൂണിനെ കാണും. ജൂണിനെ കാണുന്നത് നമ്മുടെ സോങ് ചോദിക്കും, നീ എവിടെ ആയിരുന്നു, നീ അല്ലേ എന്നെ രക്ഷിക്കാൻ വന്നേ എന്ന്. അപ്പോൾ നമ്മളുടെ ജൂൺ പറയും, ഇല്ല ഞാനൊന്നും നിന്നെ രക്ഷിക്കാൻ വന്നിട്ടില്ല, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവുക എന്ന്. എന്നാലും നമ്മുടെ സോങ് അത് വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. ആക്ച്വലി നമ്മളുടെ ജൂണിൻ്റെ കയ്യിൽ നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൈക്ക് നല്ല മുറിവും വന്നിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടനെയാണ്. അവൻ്റെ അടുത്ത് അവൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയും, ഞങ്ങളാണെങ്കിൽ ആ സോങ്ങിനെ കൊല്ലാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു, എന്നാൽ പെട്ടെന്ന് തന്നെ ഒരുത്തം വന്നിട്ട് അതെല്ലാം ഫ്ലോപ്പാക്കി അവളെ രക്ഷിച്ചു, ഞങ്ങൾക്ക് നല്ലതുപോലെ അടിയും കിട്ടിയേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് വരുന്നതാണ്. വന്നു നോക്കുമ്പോൾ അവിടെ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവിടെ അലറി വിളിക്കുന്നതും അവിടെയായിട്ട് നമ്മളുടെ ജൂൺ പെട്ടെന്ന് തന്നെ വരും. ഉടനെ തന്നെ നമ്മുടെ സോങ് പറയും, എൻ്റെ വീട്ടിൽ ആരോ ഉണ്ടെന്നാ തോന്നുന്നേ, അത് മൊത്തം അലങ്കോലായി കിടക്കുക, നീ സൂക്ഷിക്കണം എന്ന്. അങ്ങനെ നമ്മുടെ ജൂൺ ആണെങ്കിൽ അകത്തെല്ലാം കയറി നോക്കും. ഉടനെ തന്നെ നമ്മുടെ സോങ് പറയും, എന്ത് വിചിത്രമായിട്ടുള്ള കാര്യമല്ലേ, ഞാൻ എപ്പോഴും അപകടത്തിൽ പറ്റിയാലും നീയാണ് എന്നെ രക്ഷിക്കാൻ വരുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ജൂൺ ആണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കത്തില്ല. അവൻ്റെ കൈക്ക് മുറിവ് പറ്റിയത് കണ്ടിട്ട് നമ്മളുടെ സോങ് ചോദിക്കും, അല്ല നിൻ്റെ കൈക്ക് എന്ത് പറ്റിയതാ എന്ന്. ഉടനെ തന്നെ അവൻ പറയും, അത് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാ, വേറൊന്നും ഇല്ല എന്ന്, നീ അതിനെപ്പറ്റി വലുതായിട്ട് കെയർ ചെയ്യണ്ട എന്നും പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജേക്യോങ് ആണെങ്കിൽ സിമിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ അവനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ സിമി ആയിരുന്നാലും പറയും, പണ്ട് നമ്മളുടെ സോങ്ങിനെ ആണെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷിച്ച ചെറുക്കനില്ലേ, അയാളെ ഞാൻ ഇപ്പോഴും അവളുടെ കൂടെ കണ്ടിട്ടുണ്ട്, അയാൾ ഇപ്പോഴും അവളുടെ കൂടെ തന്നെയാണ് ഉള്ളത് എന്ന്. അവൾ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് ഒന്നിക്കൂ എന്നും പറയും. ഇത് കേൾക്കുന്നതും ജേക്യോങ് അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നിനക്കാണെങ്കിൽ ആ ആളുടെ പേരറിയാവോ എന്ന്. എന്നാൽ നമ്മളുടെ സിമി അത് പറയുന്നതിന് മുന്നേ തന്നെ അവിടെ വെച്ച് ആ സീൻ കട്ടാക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂഡിൻ്റെ ഷർട്ട് വിട്ടിട്ട് അവൻ്റെ വീട്ടിലായിട്ട് ഇങ്ങനെ നടന്നു വരുന്നതാണ്. അവിടെയായിട്ട് അവൾ പറയും, ഞാൻ യഥാർത്ഥത്തിൽ ഒരു സ്റ്റാറിനെ പോലെയാണ്, എന്നെ കാണാനും എൻ്റെ അടുത്ത് സംസാരിക്കാനുമാണ് ഒരുതപ്പെട്ട ആൾക്കാരെല്ലാം ആഗ്രഹിക്കുന്നത്. എൻ്റെ അടുത്ത് ക്രഷുള്ള എത്ര പേരുണ്ടെന്നറിയാവോ, എന്നിട്ട് ഞാൻ ദാ എവിടാ നിൽക്കുന്നേ. ജൂൺ ഒരിക്കലും എന്നെ മൈൻഡ് പോലും ആക്കാറില്ല. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ജൂൺ എഴുന്നേറ്റിട്ട് പറയും, ഈ ഇരിക്കുന്ന ഫ്ലവർ വേസ് കണ്ടില്ലേ, ഇതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇതിനടുത്ത് പോയി എപ്പോഴും അതൊന്നും പറയാറില്ല. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പൂക്കളില്ലേ, അതും അതേപോലെയാണ്, അതേപോലെ തന്നെയാണ് നീയും. എനിക്ക് നിൻ്റെ അടുത്ത് ഒന്ന് ഫ്ലേർട്ട് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ചെയ്യാറും ഇല്ല എന്ന്. ഉടനെ തന്നെ നമ്മുടെ സോങ് പറയും, മതി എന്നെ ഇൻസൾട്ട് ആക്കിയത് മതി, എനിക്ക് എന്തായിരുന്നാലും നല്ലതുപോലെ ഒന്ന് ഉറങ്ങണമെന്നുണ്ട്, നിൻ്റെ കയ്യിൽ വല്ല ബുക്കും ഉണ്ടെങ്കിൽ തന്നിരുന്നേ കൊള്ളായിരുന്നു, അത് വായിച്ച് ഞാൻ ഏതെങ്കിലും മൂലയിൽ കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് നമ്മുടെ സോങ് പറയും. അങ്ങനെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബുക്കൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ നമ്മളുടെ സോങ് ആണെങ്കിൽ അതിനകത്തുള്ളൊരു കഥയുള്ള ബുക്ക് എടുത്തിട്ട് അത് ഉറക്കെ വായിക്കാൻ തുടങ്ങും. ഇത് നമ്മളുടെ ജൂണും നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവൻ അതിനകത്തുള്ള സ്റ്റോറി അവനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. അടുത്ത ദിവസം നമ്മളുടെ സോങ് ആണെങ്കിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങാൻ വേണ്ടി വരുന്നത് നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ കുട തപ്പി പോകുന്നതും അവൾക്ക് അവിടെ വെച്ചിട്ട് നമ്മുടെ സോങ്ങിൻ്റെ തന്നെ ചെരുപ്പില്ലേ, അതായത് നമ്മുടെ ജൂൺ ആണെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ചെരുപ്പ് അത് കിട്ടും. ഇത് കാണുന്ന അവൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. അവൾ അങ്ങനെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ ജൂണിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല ഇതിന് നിനക്ക് എന്ത് എക്സ്പ്ലനേഷനാണ് തരാനുള്ളത്, നിനക്ക് ഇങ്ങനൊരു ഹോബി ഉണ്ടായിരുന്നു പെൺപിള്ളേരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റി വെക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിനക്ക് ചോദിച്ചാൽ പോരെ, ഞാനത് നിനക്കങ്ങ് തരത്തില്ലേ എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ജൂൺ നല്ലതുപോലെ നാണം കെട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിൻ്റെ അനിയനില്ലേ, അവൻ ഇങ്ങനെ നടന്നു പോകുന്നിടത്ത് അവനെ ഫോളോ ചെയ്തിട്ട് അവൻ്റെ അച്ഛൻ നടന്നു വരുന്നതാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഒരു വണ്ടി ഇടിച്ചിട്ട് അയാൾക്ക് ചെറിയൊരു പരിക്ക് പറ്റും. നമ്മളുടെ സോങ്ങിൻ്റെ അനിയൻ വേഗം തന്നെ വന്ന് ഇയാളെ രക്ഷിക്കും. എന്നാൽ അവനാണെങ്കിൽ മനസ്സിലാവത്തില്ല ഇതാണ് അവൻ്റെ അച്ഛനെന്ന്. കാര്യം അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മളുടെ സോങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നല്ലതുപോലെ വിഷമിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിൻ്റെ വീടൊക്കെ വൃത്തിയാക്കുന്നതാണ്. ആ സമയത്ത് ആക്സിഡൻ്റലി അവൻ പണ്ട് തൊട്ടേ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ഫ്ലവർ വേസ് പോലത്തെ സംഭവം തറയിൽ വീണങ്ങ് പൊട്ടിപ്പോവും. ഈ സാധനം യഥാർത്ഥത്തിൽ നമ്മളുടെ ജൂൺ ആണെങ്കിൽ 1893 വാങ്ങി വെച്ചതായിരുന്നു. ഇവനിവിടെ വല്ലതും പറയാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഡിറ്റക്റ്റീവ്സിനെയാണ്. അവർക്കിവിടെ മനസ്സിലാവും അതായത് സോങ്ങിനെ ആരാണ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ യൂറയുടെ മരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആത്മഹത്യയൊന്നുമല്ല, അത് യഥാർത്ഥത്തിൽ ആരോ അവളെ കൊന്നത് തന്നെയാണ്. അതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ജേക്യോങ്ങിൻ്റെ ചേട്ടനെയാണ്. അവനാണെങ്കിൽ ആ ലാപ്ടോപ്പിനകത്ത് കാണും, അതായത്
നമ്മുടെ സോങ്ങിൻ്റെ വീട്ടിലായിട്ട് ടെഡി ബിയർ ക്യാമറ വെച്ചില്ലേ, അതിനെ എടുക്കുന്നത് തന്നെ നമ്മളുടെ ജൂൺ ആയിരുന്നല്ലോ. അതവൻ കാണും. അതായത് ഇവൻ്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയിരിക്കുകയാണല്ലോ. ഇവൻ്റെ അസിസ്റ്റൻസ് അറിഞ്ഞാലും ആ പെൻഡ്രൈവ് തരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ ആ പെൻഡ്രൈവ് അവർക്ക് കിട്ടത്തില്ല. എന്നാൽ ഇപ്പോൾ ഈ പെൻഡ്രൈവ് ഇരിക്കുന്നത് നമ്മളുടെ ജൂണിൻ്റെ കയ്യിൽ തന്നെയാണ്. അവരങ്ങനെ നമ്മളുടെ സോങ്ങിൻ്റെ കയ്യിൽ നിന്ന് ആ പെൻഡ്രൈവ് എടുത്തിട്ട് അത് അവൻ്റെ ലാപ്ടോപ്പിൽ കുത്തി നോക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂണിനാണെങ്കിൽ ഒരു ഇല്യൂഷൻ വരും. അതായത് ഇവനെന്താ ആക്സിഡൻ്റായി കിടക്കുന്ന സമയത്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് ആ പെൻഡ്രൈവ് ആരോ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജയിക്കോങ്ങും സിമിയും കൂടി ചേർന്ന് നിന്ന് സംസാരിക്കുന്നതാണ്. അവിടെയായിട്ട് ജയിക്കോങ് പറയും, ഞാൻ നിന്റെ ഇൻ്റർവ്യൂ കണ്ടായിരുന്നു, നിനക്ക് ആരെടുത്തോ സീക്രട്ട് ക്രഷ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്. നിനക്ക് അവൻ്റെ മുഖത്ത് നോക്കി നിന്റെ ഇഷ്ടം പറയാൻ പറ്റത്തില്ലെങ്കിൽ കോൾ ചെയ്തിട്ടെങ്കിലും എൻ്റെ അടുത്ത് സത്യം പറ, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്നൊക്കെ പറയും. നമ്മുടെ സിമി ആയിരുന്നാലും അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതും തൊട്ട് പുറവേ തന്നെ ജയിക്കോങ്ങിനെ വിളിക്കും. ഉടനെ തന്നെ അവൻ എടുത്തിട്ട് പറയും, എടി പൊട്ടി, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത് നീ അവനെ വിളിക്കാനാണ്. ഇവിടെ നമ്മുടെ സിമിയുടെ ഫേസിലുള്ള ആ ഒരു കരച്ചിലും സങ്കടവും കാണുന്നത് നമ്മുടെ ജയിക്കോങ്ങിന് മനസ്സിലാവും. അവൾക്ക് ക്രഷ് ഉള്ളത് വേറെ അടുത്തുമല്ല, അവൻ്റെ അടുത്ത് തന്നെയായെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സോങ്ങിൻ്റെ അമ്മയാണെങ്കിൽ നമ്മുടെ ജൂണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ അവൻ്റെ മാനേജറല്ലേ, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ നമ്പർ നീ സൂക്ഷിച്ചു വെച്ചോ, ഞാൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ നിന്നെ വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് നമ്പറും കൊടുത്തിട്ട് അവരവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോങ് ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തായിട്ട് ബുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അവളാണെങ്കിൽ നമ്മളുടെ ജൂണിനെ പറ്റിയിട്ട് പറയും, അതായത് അവളെ രക്ഷിക്കാൻ വന്നത് അവനാണ്, എന്നിട്ട് അവൻ മാഞ്ഞു പോയി എന്ന്. ഉടനെ തന്നെ അവളുടെ ഫ്രണ്ട് പറയും, നിനക്ക് എന്തോ ഹാലുസിനേഷൻ വന്നതാണ്, നീ എന്തായിരുന്നാലും ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കും, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും എന്ന്. അങ്ങനെ നമ്മളുടെ ജൂണാണെങ്കിൽ ഒരു ഡോക്ടറിനെ കാണാൻ വരും. എന്നിട്ട് അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഡോക്ടർ അവളുടെ അടുത്ത് പറയുന്നത് അതാ, സ്ട്രെസ്സൊക്കെ കാരണം നിനക്ക് ഹാലുസിനേഷൻ ഉണ്ടാവുന്നതാ എന്ന്. അതുകൊണ്ടാണ് നമ്മളുടെ സോങ് ആണെങ്കിൽ എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ നമ്മളുടെ ജൂണിനെ കാണുന്നതെന്നും പറയും. അത് കഴിഞ്ഞിട്ട് ഇവരവരുടെ കാറ് ശരിയാക്കുന്നിടത്തായിട്ട് വരുന്നതാണ്. അതായത് നമ്മളുടെ ജൂണും സോങ്ങും. അവിടുത്തെ ആ വർക്ക്ഷോപ്പർ പറയും, അതായത് കാറിൻ്റെ ബ്രേക്ക് ആരോ മനഃപൂർവ്വമാണ് ഫെയിലറാക്കിയിരിക്കുന്നത് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സോങ് ഒന്ന് ഷോക്കാവും. ഇവിടെയായിട്ട് നമ്മളുടെ ജൂണിൻ്റെ അടുത്ത് സോങ് പറയും, എനിക്കൊരു ഡിന്നർ പാർട്ടി ഉണ്ട്, ഞാൻ അവിടേക്ക് പോവുക എന്ന്. അങ്ങനെ നമ്മളുടെ സോങ് ആണെങ്കിൽ ആ ഡിന്നർ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തായിട്ട് എത്തുന്നതും അവിടെയായിട്ട് ജയിക്കുങ്ങിൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ നമ്മളുടെ സോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഞാൻ അറിഞ്ഞായിരുന്നല്ലോ, എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ നമ്മളുടെ സോങ് പറയും, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിലായിട്ട് ടെഡി ബിയറിൽ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ജയിക്കുങ്ങിൻ്റെ ചേട്ടൻ ചോദിക്കും, അത് ആരാണ് അതിൽ റിമൂവ് ആക്കിയത് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സോങ് ചോദിക്കും, അല്ല അത് റിമൂവ് ആക്കിയെന്ന് നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് അങ്ങ് ഓപ്പൺ ആവും. അങ്ങനെ രണ്ടുപേരും അതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ സോങ് ആണെങ്കിൽ ജയിക്കോങ്ങിൻ്റെ അടുത്തും അവൻ്റെ ചേട്ടൻ്റെ അടുത്തൊക്കെ നല്ലതുപോലെ കാര്യം പറയും. അവൾ പറയും, എനിക്ക് തോന്നുന്നത് യൂറയുടേത് ആത്മഹത്യയല്ലെന്നാ, അവളെ ആരോ കൊലപ്പെടുത്താൻ നോക്കിയതാ, എനിക്കൊരു പെൻഡ്രൈവ് കിട്ടിയായിരുന്നു, അതിനകത്ത് അവൾ ഏതൊരു പെണ്ണുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ആ പെണ്ണ് ഭയങ്കര പേടിച്ചായിരുന്നത്. ഉടനെ തന്നെ നമ്മുടെ ജയിക്കോങ് പറയും, നീ എന്തായിരുന്നാലും ഇതെല്ലാം പോലീസിൻ്റെ അടുത്ത് പറയണം, അവളെ കൊല്ലാൻ നോക്കിയത് ആരായിരുന്നാലും അയാൾ നിന്നെയും കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും, എന്തിനാ നീ വെറുതെ റിസ്ക് എടുക്കുന്നത്. ഉടനെ തന്നെ നമ്മളുടെ ജയിക്കോങ്ങിൻ്റെ ചേട്ടൻ ചോദിക്കും, അല്ല ആ പെൻഡ്രൈവ് ഇപ്പോൾ എവിടെയാ. അപ്പോൾ നമ്മുടെ സോങ് പറയും, അതെൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ മിസ്സായി പോയി എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂണാണെങ്കിൽ അവൻ്റെ പണ്ണലിലായിട്ട് വരുന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ പുറത്തായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ ചെരുപ്പ് കിടക്കുന്ന കാണും. ഇത് കാണുന്ന അവന് നല്ല സന്തോഷം. അവിടെയായിട്ട് നമ്മളുടെ സോങ് ആയിരുന്നാലും ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ സോങ് പറയും, നമുക്കിന്ന് കുടിച്ചാലോ എന്ന്. എന്നാൽ നമ്മുടെ ജൂൺ അതിന് റെഡി ആയിരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. പണ്ട് അവനാണെങ്കിൽ ഒരു സിപ്പെടുത്തതിൻ്റെ പേരിൽ ആ റൂമിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളെയും അവൻ പറത്തി വിട്ടായിരുന്നു. പോരാത്തതിന് അവൻ കുതിരപ്പുറത്ത് അവിടെ പറന്ന് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിച്ചിട്ട് അവൻ പറയും, ഞാൻ കുടിക്കത്തില്ല, കുടിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ സോങ് ആയിരുന്നാലും അവിടെ നിന്ന് പറയും, നോക്കിയാണ് നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒരു കെമിസ്ട്രിയും ഇല്ല, കെമിസ്ട്രി ഉണ്ടെങ്കിലും അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഈ കെമിസ്ട്രി എന്ന് വെച്ചാൽ കെമിക്കൽ ഫോർമേഷൻ ആണേ. എന്തായിരുന്നാലും എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെ അടുത്ത് ക്രഷ് അടിക്കാറുണ്ട്, നിനക്ക് മാത്രം എന്താ എൻ്റെ അടുത്ത് ഒന്നും തോന്നാത്തത്. എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, നീ യഥാർത്ഥത്തിൽ ഭയങ്കര ലക്കിയാണ്, ഒരു ആക്ട്രസിൻ്റെ കൂടെ നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അവൾ പറയും. ഉടനെ തന്നെ അവൾ പറയുന്നുണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ സങ്കടമുണ്ട്, നിനക്ക് എൻ്റെ അടുത്ത് ഒരു ഫീലിങ്സും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്തായിരുന്നാലും എനിക്കൊരു 15 സെക്കൻഡ് തരണം. 15 സെക്കൻഡിൽ ഞാൻ ഒരാളെ എന്തായിരുന്നാലും വീഴ്ത്തിയെടുക്കാറുണ്ട്, എനിക്കറിയണം നിന്നെ സംബന്ധിച്ച് ഞാൻ വെറും ഒരു ഷോ പീസ് മാത്രമാണോ എന്ന്. അങ്ങനെ നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ ഫോണിലായിട്ട് ടൈമർ സെറ്റ് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പല പല പോസൊക്കെ കാണിക്കാൻ തുടങ്ങും. ഈ പോസൊക്കെ കാണുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂണിൻ്റെ കൺട്രോൾ പോയിട്ട് അവൻ അവളെ പിടിച്ചങ്ങ് കിസ് ചെയ്യും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.